എന്താ വളർമതി പെട്ടെന്നൊരു ചിന്തയും മൗനവും ഒക്കെ? സത്യം പറയാലോ അങ്ങുന്നേ, എനിക്ക് ശരിക്കും പേടിയുണ്ട്. വരദരാജൻ അങ്ങുന്നന്റെ എല്ലാ പ്രവൃത്തികൾക്കും ഞാനും കൂട്ടു നിൽക്കുന്നവളല്ലേ. ശിവകോപം മൂലം എന്നെ പാമ്പ് കടിക്കുമെന്നാ എന്റെ പേടി. മീനാക്ഷി കൊണ്ട് നടക്കുന്ന ശിവകോപം വളർമതിയും അങ്ങ് ഏറ്റുപിടിച്ചോ? വളരെ കാലമായി വെട്ടുംകിളയും ഒന്നുമില്ലാതെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പല്ലേ, അവിടെ പാമ്പും പഴുതാരയൊക്കെ ഉണ്ടാവുമല്ലോ. പണിക്കാരുടെ ഒച്ചയും അനക്കവും ഒക്കെ കേട്ടപ്പോ പാമ്പുകൾ ഭയന്ന് പുറത്തു ചാടി. അതിലൊരു പാമ്പ് ഗോവിന്ദനെ കൊത്തുകയും ചെയ്തു. അത് പ്രകൃതിയിൽ നടക്കുന്ന സാധാരണ സംഭവം, അല്ലാതെ അതിന്റെ പിറകിൽ ശിവകോപമൊന്നുമില്ല. നീ ഭയക്കാതെ ധൈര്യമായിട്ട് പോയിക്കോ. ശിവകോപം എന്നൊക്കെ പറഞ്ഞ ആളുകളെ വിരട്ടിക്കൊണ്ട് നടപ്പാ മീനാക്ഷി. ആ പറമ്പിൽ ഒരമ്പലം കൂടി ഉണ്ടാക്കണമെന്ന ലക്ഷ്യമാ അവൾക്ക്. എന്തായാലും അവളുടെ ലക്ഷ്യം നടക്കാൻ പോകുന്നില്ല. നാം അതിന് അനുവദിക്കില്ല. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാരിമോളെ, എന്താ മീനാക്ഷി ചേച്ചി ഈ വഴിയൊക്കെ? നാളെ ക്ഷേത്രത്തിൽ ക്ഷീരധാര നടത്താൻ കുറച്ച് പാല് വേണം. അതിനെന്താ, ആവശ്യമുള്ള പാല് തന്നേക്കാം. ഭഗവാന്റെ കാര്യത്തിനല്ലേ, ഒരു പണം പോലും വേണ്ട. അങ്ങനെ സൗജന്യമായി പാല് വാങ്ങിയാൽ ധാരയുടെ പുണ്യം ഇടയിനാ കിട്ടുക. അതെന്തായാലും വേണ്ട. പാലിന് പണം തന്ന് വാങ്ങിയാലേ പുണ്യം എനിക്ക് കിട്ടൂ. മീനാക്ഷി മഹാദേവനെ സ്വപ്നം കണ്ട കാര്യം ഞങ്ങൾ അറിഞ്ഞു. ജോത്സ്യൻ പ്രശ്നം വെച്ച് പറഞ്ഞ പരിഹാര വിധിയും ഞങ്ങൾ അറിഞ്ഞു. അറുപിശുക്കനും മനുഷ്യത്വം ഇല്ലാത്തവനുമാണ് ആ ജമ്മി വരദരാജൻ. ഈശ്വരഭക്തി വേമ്പടിക്ക് പോലും തൊട്ട് തേച്ചിട്ടില്ല. അയാളുടെ മണ്ണിൽ എന്ത് അത്ഭുതമാണ് നടക്കുന്നത് ഇടരെ? വലിയ വലിയ അത്ഭുതങ്ങളാണ് മീനാക്ഷി അവിടെ നടക്കുന്നത്. കുറച്ചു ദിവസം മുമ്പ് എന്റെ പശുക്കളിൽ ഒന്ന് കൂട്ടം തെറ്റിപ്പോയി. ജന്മിയുടെ പറമ്പിൽ വൃക്ഷത്തിന്റെ വേര് പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് പോയി പശു പാൽ ചുരത്തുന്ന കാഴ്ചയാണ് പിന്നെ ഞാൻ കണ്ടത്. അപകടകാരിയായ വേരിനെ വെട്ടി നശിപ്പിക്കാൻ ഞാൻ കോടാലിയുമായി പോയതാ. എത്ര വെട്ടിയിട്ടും വെട്ടെല്ലാം കൊണ്ടത് വേരിലല്ല, മണ്ണിലാണ്. വെട്ടുകൊണ്ട ഭാഗത്ത് രക്തം ചീന്തുകയും ചെയ്തു. ആ മണ്ണിൽ കുടികൊള്ളുന്നത് ദുഷ്ടശക്തിയല്ല, അനുഗ്രഹങ്ങളേറെ ചൊരിയാൻ കഴിയുന്ന ശിവശക്തിയാണ്. ആ ശക്തി എന്താണെന്ന് മാലോകരെ ധരിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിരിക്കും. പാല് നൽകാനുള്ള വിവരം പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ അതിലും വലിയൊരു അറിവ് എനിക്ക് കിട്ടി. അതിൽ ഞാൻ സന്തുഷ്ടയാണ്. അങ്ങനെ ആയിക്കോട്ടെ. ശരി ചേച്ചി. വീടുകൾ തോറും കയറിയിറങ്ങി അഭിഷേകത്തിനായി ഞാൻ ശേഖരിച്ച പാലാണ് തിരുമേനി. അടുത്ത പൂജയ്ക്ക് അഭിഷേകം നടത്താം. പാല് വാങ്ങാൻ ഞാൻ ഇടയന്റെ വീട്ടിലും പോയിരുന്നു. ഇടയന് അനുഭവപ്പെട്ട ചില അത്ഭുത സംഭവങ്ങളും അയാൾ പറഞ്ഞു. എന്താ? അയാളുടെ ഒരു പശു കൂട്ടും തെറ്റിപ്പോയി.
വരദരാജൻ തമ്പുരാന്റെ പറമ്പിലെ ഒരു വൃക്ഷച്ചൂട്ടിലുള്ള വേരിൽ പശു പാല് ചുരത്തുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് ഇടയൻ കണ്ടു. വൃക്ഷച്ചുവട്ടിലെ വേരിൽ സ്വയം പാൽ ചുരത്തി നിൽക്കുന്ന പശുവോ? എന്നിട്ട് ഇടയന്റെ മകൾ ശാരി പാലുമായിട്ട് പോകുമ്പോൾ ഇതേ വേരിൽ തട്ടി പലതവണ വീണു. വേരിലും പരിസരത്തുമായി പാല് തൂവിപ്പോകുകയും ചെയ്തു. ആ വേര് വെട്ടിക്കളയാൻ വേണ്ടി ഇടയൻ ആയുധമായിട്ട് പോയി. വേരിൽ വെട്ടിയ വെട്ടെല്ലാം കൊണ്ടത് നിലത്തുള്ള മണ്ണിൽ നിന്നും രക്തപ്രവാഹം ഉണ്ടായി. എന്താ തിരുമേനി? വേര് നിന്ന സ്ഥലത്ത് പശു ചുരത്തിയതും പാല്, കുട്ടിയുടെ കയ്യിൽ അതേ സ്ഥലത്ത് തട്ടി വീണതും പാല്. മീനാക്ഷി, ഇടയൻ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോ ആ വേരിനടിയിലുള്ള മണ്ണിൽ ഒരു ശിവലിംഗം മറഞ്ഞു കിടപ്പുണ്ട്. പാലഭിഷേകം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ചൈതന്യമൂർത്തിയാണ് ആ മണ്ണിനടിയിലുള്ളത്. തിരുമേനി പറഞ്ഞത് യുക്തിക്ക് നിരക്കുന്ന ഒരു സത്യം തന്നെയാണ്. ചുറ്റിനും ദുരൂഹത തങ്ങി നിൽക്കുന്ന ഒരു സത്യം. ആ ദുരൂഹത നീക്കേണ്ടത് ശിവഭക്തിയായ എന്റെ ധർമ്മമാണ്, കർമ്മമാണ്. അത് ഞാൻ നടപ്പിലാക്കും. ഭഗവാനെ, മായാപ്രഭു, എല്ലാ സത്യങ്ങളും അവിടുന്ന് തന്നെ വെളിവാക്കിയാലും എന്തു വേണം? അങ്ങുന്നിന്റെ പറമ്പിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. പറമ്പിൽ നിന്നും ഒരു ശിവലിംഗം കിട്ടിയല്ലേ? ശിവലിംഗം? എന്ത് ശിവലിംഗം? ഏത് ശിവലിംഗം? നമുക്കൊന്നും അറിയില്ല. നമ്മുടെ പറമ്പിൽ അങ്ങനെ ഒരു സാധനമേ കിട്ടിയിട്ടില്ല. എന്താ കാര്യസ്ഥരെ ഈ തമ്പുരാൻ പറയുന്നത്? സത്യം തന്നെയാണോ? പിന്നല്ലാതെ, അങ്ങനെ ഒരു ശിവലിംഗം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ അത് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ശിവലിംഗം കിട്ടിയിട്ട് അങ്ങൂന്നിന് എന്താ കാര്യം? ദൈവവിശ്വാസം ഇല്ലാത്ത അങ്ങൂന്നിന്റെ പറമ്പിൽ ഒരിക്കലും ഒരു ശിവലിംഗം സ്ഥാനം പിടിക്കാൻ പോകുന്നില്ല. അതെ, പുഴയിലൊരു ശിവലിംഗം കിടപ്പുണ്ടെന്ന് നിന്റെ പരമേശ്വരൻ വന്ന് സ്വപ്നം കാണിച്ച് പറഞ്ഞല്ലേ? പുഴയിൽ തെരഞ്ഞിട്ട് എന്തായി? ശിവലിംഗത്തിന്റെ ഒരു പൊടിയെങ്കിലും നിനക്ക് കിട്ടിയോ? ആ ശിവലിംഗം എടുത്ത് നാം എവിടെ ഒളിപ്പിച്ചു വെച്ച പോലെയാണല്ലോ നിന്റെ പുതിയ കണ്ടുപിടുത്തം. അതാണ് തമ്പുരാന്റെ സത്യം. ശിവലിംഗം കുഴിച്ചെടുത്ത പറമ്പ് കിളച്ചപ്പോഴല്ലേ കാര്യസ്ഥനെ പാമ്പ് കടിച്ചത്? അത് ശിവശക്തിയുടെ ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ്. ശിവലിംഗം യഥാവിധി പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം. എവിടുന്നോ വന്നെത്തിയ ഒരു പരദേശി പീറപ്പെണ്ണ് തമ്പുരാനെ ഭീഷണിപ്പെടുത്തുന്നു. നിന്റെ തിരുനാവെടുത്ത് വളച്ചാൽ ക്ഷയിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ ഭരതരാജന്റെ സ്വത്തുക്കൾ. മേലിൽ ഈ പടി ചവിട്ടി പോവരുത്. കടന്നു വയ്ക്കോ. മീനാക്ഷി പടിവിലയ്ക്ക് ദൈവനിഷേധികളൊക്കെ ഒടുവിൽ മീനാക്ഷിയുടെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. തെറ്റ് തിരുത്താൻ ഇനിയും സമയമുണ്ട് തമ്പുരാനെ. ശിവലിംഗം യഥാവിധി പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ ഉഗ്ര സംഹാരമൂർത്തിയാണ് ശിവനെന്ന് മറക്കരുത്.
അങ്ങോട്ടിറങ്ങി അവളുടെ കരണത്തിലുണ്ട് പൊട്ടിക്കാത്തത് എന്താ അങ്ങുന്നേ? സമയമായിട്ടില്ല വളർമതി. മഹാരാജൻ നമുക്ക് കരനാഥ സ്ഥാനം കൽപ്പിച്ചു നൽകാനുള്ള തീരുമാനത്തില്. ആ സ്ഥാനം ഒന്ന് കിട്ടിക്കോട്ടെ. ആ ധിക്കാരിയെ തകർത്ത് എല്ല് പൊടിയാക്കുന്നുണ്ട് നാം. അങ്ങനെ ദൈവം വെളിപ്പുറത്തുള്ളവളാ മീനാക്ഷി. അങ്ങേക്ക് മുന്നറിയിപ്പ് നൽകാൻ സാക്ഷാൽ ശ്രീപരമേശ്വരനാണ് മീനാക്ഷി ഇങ്ങോട്ട് അയച്ചത്. ആ വിഗ്രഹം എടുത്ത് പ്രതിഷ്ഠിച്ച് സർവനാശം ഒഴിവാക്കണം അങ്ങനെ. ഈ നാവ് നാം അരിഞ്ഞെടുക്കും. കാൽകാശിന് മൂല്യമില്ലാത്ത ആ ശിവലിംഗം നാം പ്രതിഷ്ഠിക്കാൻ പോകുന്നില്ല. കാണട്ടെ നിങ്ങളുടെയൊക്കെ പരമശിവന്റെ ശക്തി. അതെ, ഒന്നും പറയാൻ നിൽക്കണ്ട. അതാ ബുദ്ധി, എന്നെ പോലെ. എന്നിട്ട് ആ മീനാക്ഷിയുടെ കരണത്ത് പൊട്ടിക്കണോന്ന് നീ പറഞ്ഞതോ? അത് സമയവും കാലവും ഒക്കെ നോക്കി അങ്ങ് നിൽക്കണ്ടേ? വളർമതി, നീ ഒരുപാട് അങ്ങ് വളർന്നു. നാശം. ഒടുക്കത്തൊരു മഴ കാരണം പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. നമുക്ക് പുറത്തുപോയി പല ഇടപാടുകാരെയും അടിയന്തരമായി കാണേണ്ട ആവശ്യവുമുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഗോവിന്ദ, ഗോവിന്ദ, അങ്ങുന്നേ. ആ ഗോവിന്ദ, ആ സോമദത്തൻ വന്ന് പാടത്തെ വിളവ് കൊയ്തെടുത്ത് എന്റെ പണം കൊണ്ടുവന്ന് തന്നായിരുന്നോ? ഇല്ല. ഇന്ന് കൊണ്ടുവന്ന് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നാണല്ലോ. മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അങ്ങുന്നേ, ഈ ഇടിയും മഴയൊക്കെ എന്തോ ദുസൂചനകളാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്ത് ദുസൂചന? അങ്ങുന്നേ, ശിവലിംഗം തറവാട്ടുമുറ്റത്ത് കുഴിച്ചിട്ടിരിക്കുന്നത് വലിയ ആപത്തിന് കാരണമാകും. അത് എവിടെ നിന്ന് കുഴിച്ചെടുത്തുവോ ആ സ്ഥലത്ത് തന്നെ വിധിപ്രകാരം പ്രതിഷ്ഠിക്കണമെന്നാ ഈ ഉള്ളവന്റെ അപേക്ഷ. ഓ, എന്നാ പ്രതിഷ്ഠിച്ചേക്കാം. ഓ, ശിവലിംഗം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാ ഭക്തജനങ്ങൾ എന്ന് അവകാശപ്പെടുന്ന കുറെ തെണ്ടി പരിശകള് ഈ തറവാട്ടുമുറ്റത്ത് വന്ന് നിൽക്കും. എന്തിനാണെന്നറിയാവോ? അങ്ങേക്ക് നന്ദി പറയാൻ. അല്ലട കഴുതേ, ഘോരമായ വൃഷ്ടിയും വെറിയുമേറ്റ് ശിവലിംഗം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവലിംഗത്തിനൊരു മേൽക്കൂര വേണം, അവിടെ ഒരു ശ്രീകോവിൽ നിർമ്മിക്കണം എന്നൊക്കെ ആവശ്യപ്പെടാൻ. അങ്ങനെ നമ്മുടെ ചെലവിൽ ഒരു ശ്രീകോവിലും നിർമ്മിക്കുന്നു. ശ്രീകോവിൽ നിർമ്മിച്ചാലും വീണ്ടും വരുമടാ ഈ ഭക്തജനപ്പടാ. എന്തിനാ അറിയില്ലെന്ന്. ശ്രീകോവിലിൽ ശിവനെ മാത്രം പ്രതിഷ്ഠിച്ചാ പോരാ, ശ്രീപാർവതി, ശ്രീഗണപതി, ശ്രീമുരുകൻ എന്നവരെ കൂടി ആലയം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെടാൻ. നാം ആ ആവശ്യവും നടത്തിക്കൊടുക്കും. അത് കഴിഞ്ഞാ വീണ്ടും ഉണ്ടാകും ഈ തറവാട്ടുമുറ്റത്തേക്ക് ഭക്തജനപ്രവാഹം. അതെന്തിനാണെന്നറിയാവോ? അറിയാം. ക്ഷേത്രത്തിന് ചുറ്റമ്പലം നിർമ്മിക്കണം, ചുറ്റുമതില് വേണം, മതിലിനപ്പുറത്ത് നാഗദൈവങ്ങളെ പ്രതിഷ്ഠിക്കണം, നവഗ്രഹങ്ങളെയും പ്രതീക്ഷിക്കണം എന്നൊക്കെ ആവശ്യപ്പെടാൻ. സമർത്ഥൻ. ശിവലിംഗം പ്രതിഷ്ഠിച്ചാലുള്ള അനന്തരഫലങ്ങളെ പറ്റി നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവനാണ് നീ. എന്നെ അങ്ങനെ വാനോളം പുകഴ്ത്തരുത്, ഞാൻ അഹങ്കരിച്ചു പോവും. എടാ കഴുതേ, ശിവലിംഗം എന്ന ഏടാകൂടം പ്രതിഷ്ഠിച്ച് പൊല്ലാപ്പുകളുടെ നൂലാമാലയിൽ കുടുങ്ങി ലക്ഷക്കണക്കിന് പണം ചെലവഴിക്കാൻ നമുക്ക് മനസ്സിലടാ. അങ്ങുന്നേ, അങ്ങുന്നേ, ആപത്ത്. എന്താണ്? കളപ്പുരയിൽ സൂക്ഷിച്ചിരുന്ന അങ്ങയുടെ വിലപിടിപ്പുള്ള ധാന്യങ്ങളെല്ലാം മഴവെള്ളത്തിൽ കുതിർന്ന് നശിച്ചിരിക്കുന്നു. അങ്ങയുടെ വ്യാപാര ദ്രവ്യങ്ങൾ കയറ്റി പുറം രാജ്യത്തേക്ക് പോയ നൗക കാറ്റിലും മഴയിലും പെട്ട് മുങ്ങിപ്പോയ അങ്ങുന്നേ.
അങ്ങനെ ലക്ഷക്കണക്കിന് പണത്തിന്റെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാറ്റിനും കാരണം കടുത്ത ശിവകോപമാണ്. ശിവലിംഗം യഥാസ്ഥാനത്ത് യഥാവിധി പ്രതിഷ്ഠിച്ചാൽ മാത്രമേ നഷ്ടത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിയൂ. കാറ്റിലും മഴയിലും പെട്ട് നൗക തകർന്നപ്പോ അങ്ങുന്നന്റെ കാറ്റും പോയെന്നാ തോന്നുന്നത്. ചതിച്ചോ ഭഗവാനെ? അങ്ങുന്നന്റെ ബന്ധുക്കളെയൊക്കെ കണ്ട് വിവരം അറിയിക്കണ്ടേ ഗോവിന്ദേട്ടാ? എത്രയും പെട്ടെന്ന് അറിയിക്കണം. രണ്ടുപേരും കയറി പോകാത്ത മീനാക്ഷിയെ കണ്ടില്ലല്ലോ എന്ന് അല്പം മുമ്പ് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. അല്ല, വരദരാജൻ തമ്പുരാനെ കുറിച്ച് വളരെ സങ്കടകരമായ വാർത്തകളാണല്ലോ മീനാക്ഷി കേൾക്കുന്നത്. മഴ നനഞ്ഞ് ധാന്യങ്ങളൊക്കെ നശിച്ചു പോയെന്നും ചരക്ക് കയറ്റിപ്പോയ നൗക തകർന്നു പോയെന്നും തമ്പുരാനാകെ കടത്തി മുങ്ങിപ്പോയെന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. അല്പലാഭം പെരും ചെയ്തോന്ന് കേട്ടിട്ടില്ലേ തിരുമേനി? അയാളുടെ പറമ്പിൽ ഒരു ശിവലിംഗം കിടപ്പുണ്ടെന്ന സത്യം അയാൾക്ക് നന്നായി അറിയാം. അതൊന്ന് കണ്ടെത്തി ഒരു കർമ്മിയെ വിളിച്ച് വിധിപ്രകാരം പ്രതിഷ്ഠിക്കുന്നതിന് തുച്ഛമായ ചെലവേ ഉള്ളൂ. അതിന് അയാൾ തയ്യാറല്ല. അല്പലാഭേച്ഛയും കടുത്ത ശിവനിന്ദയും അതാണ് പെരുംചേതത്തിൽ കലാശിച്ചിരിക്കുന്നത്. മഹാദേവൻ കൊടുത്ത തിരിച്ചടിയാണ് തിരുമേനി. എന്തായാലും വലിയ കഷ്ടം തന്നെയാണ്. ഇനിയെങ്കിലും തമ്പുരാന് സൽബുദ്ധി തോന്നിയിരുന്നെങ്കിൽ ശേഷിച്ച സ്വത്തെങ്കിലും നിലനിർത്താമായിരുന്നു. ഈ ജന്മം അയാൾക്ക് സൽബുദ്ധി തോന്നില്ല തിരുമേനി. രാക്ഷസ ജന്മമാണ്. സ്വന്തം നാശത്തിലേക്ക് കൂപ്പുകുത്താനുള്ള വഴി അയാൾ സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനാശകാലേ വിപരീത ബുദ്ധി. അല്ല, മീനാക്ഷിക്കുന്ന കടും പായസം വഴിപാടുള്ളതല്ലേ? പായസം ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ഞാൻ പ്രദക്ഷിണം ചെയ്തു വരാം. ആയിക്കോട്ടെ. കടം വാങ്ങിയ പണവും പലിശയും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വരദരാജൻ അങ്ങൊന്നിനെ അന്വേഷിച്ചിറങ്ങിയതാ. അങ്ങൊന്ന് പണം വാങ്ങിയാൽ കൃത്യമായി തിരിച്ചു തരുന്ന ആളാണല്ലോ. ഞങ്ങളുടെ പണം ഇങ്ങ് തന്ന വലിയ ഉപകാരമായി. അപ്പോ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഒന്നിനു മേൽ ഒന്നായി രണ്ട് വൻ ദുരന്തങ്ങളാണ് നമ്മുടെ മേൽ വന്ന് പതിച്ചിരിക്കുന്നത്. അത് പറയാനുള്ള ശക്തി പോലും നമുക്കില്ലാതായിരിക്കുന്നു. കളപ്പുരയിൽ സൂക്ഷിച്ചിരുന്ന വിലപ്പെട്ട ധാന്യങ്ങളൊക്കെ മഴ നനഞ്ഞ് നശിച്ചുപോയി. ചരക്ക് കയറ്റി വിദേശത്തേക്ക് പോയ നൗക കടൽക്ഷോഭത്തിൽപ്പെട്ട് മുങ്ങിപ്പോവുകയും ചെയ്തു. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഒരു ദുരന്തം കൊണ്ടൊന്നും വരദരാജൻ അങ്ങൊന്നിന്റെ പെട്ടകം ഒഴിയാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള മുതലും പലിശയും കൃത്യമായി കിട്ടിയിരിക്കണം. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ വർത്തമാനം പറയരുത്. അങ്ങുന്നതിന് തൽക്കാലം ഒരു ക്ഷീണം വന്നുപോയി. അത് മനസ്സിലാക്കി സൗമ്യമായി പെരുമാറുകയല്ലേ വേണ്ടത്. ഓ, ധാന്യങ്ങൾ നശിച്ചതും നൗക മുങ്ങിയതും ഒന്നും ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ലോ, അങ്ങൊന്നിന്റെ പ്രവൃത്തി ദോഷം കൊണ്ടല്ലേ. ഒരു സൗമ്യതയുമില്ല. ഞങ്ങൾക്ക് പണം കിട്ടിയിരിക്കണം. നമ്മുടെ പക്കൽ ഒരു പണം പോലും എടുക്കാനില്ലാത്ത അവസ്ഥയാണ്. കുറച്ച് വസ്തു വിൽക്കാനുണ്ട്, വാങ്ങാൻ ആവശ്യക്കാരുമുണ്ട്. അത് വിറ്റാലുടൻ നിങ്ങളുടെ പണവും പലിശയും കൃത്യമായി ഞാൻ മടക്കി തന്നേക്കാം. ദയവായി ഇപ്പോൾ നിങ്ങൾ പോകണം. കടം കൊടുത്താൽ ഒരിടവും കൊടുക്കണമെന്നല്ലേ? അങ്ങനൊരു വാക്കു പറഞ്ഞാൽ അതിന് മാറ്റമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പണം നിങ്ങളുടെ തറവാട്ടിലെത്തിച്ചേക്കാം. അല്പം സാവകാശം നൽകണം. ശരി,
അങ്ങുന്നിന്റെയും കാര്യസ്ഥന്റെയും വാക്ക് വിശ്വസിച്ച് തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. 7 ദിവസത്തെ സാവകാശം തരും. അത് കഴിഞ്ഞും പണം എത്തിയില്ലെങ്കിൽ അങ്ങുന്നിനെയും കൂട്ടരെയും കൊടിയിറക്കി തറവാട് ഞങ്ങൾ സ്വന്തമാക്കിയിരിക്കും. ഇതിൽ മാറ്റമില്ല. വരിക.